ആരംഭിക്കുന്നത് എന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് പിന്നീട് ഈ ഉത്തരീയമൊക്കെ കിട്ടുന്നത്. കർമ്മല ഉത്തരി നിങ്ങൾക്കെല്ലാവർക്കും കിട്ടുമെന്നാണ് കരുതുന്നത്. നമ്മളൊക്കെ ഈ കർമ്മല ഉത്തരീയം ഒക്കെ ധരിക്കാറ് കർമ്മല മാതാവിന്റെ അടയാളമായിട്ട്. എന്തിനാണ് നമ്മളിത് ധരിക്കുന്നത്? പൊതുവെ നമ്മൾ ജപമാലയും ഉത്തരിയും ഒക്കെ അണിയുന്നത് മറിയം എന്നെ സംരക്ഷിക്കും എന്ന ബോധ്യത്തോടു കൂടിയാണ്. തീർച്ചയായിട്ടും മറിയം നമ്മെ സംരക്ഷിക്കും. പക്ഷെ ആദ്യം പറഞ്ഞ ഒരു ചോദ്യമുണ്ടല്ലോ, എന്തിനാണ് കയ്യിൽ വിവാഹ മോതിരം അണിയുന്നത്? അത് എന്നെ സംരക്ഷിക്കുന്നു എന്നതിനേക്കാൾ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അപ്പോൾ കർമ്മല മാതാവിന്റെ ഭക്തിയുമായി ബന്ധപ്പെട്ട് ഞാൻ കർമ്മല ഉത്തരീയം അണിയുന്നത് തീർച്ചയായിട്ടും മറിയം എന്നെ സംരക്ഷിക്കും. പക്ഷേ അതിനേക്കാളും ഉപരിയായി മറിയത്തെ അനുഗമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, മറിയത്തെ ഞാൻ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, മറിയം ദൈവത്തെ സ്നേഹിച്ചതുപോലെ ഞാൻ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പറയുകയാണ്. അതുകൊണ്ട് ജപമാലയൊക്കെ എടുത്ത് കഴുത്തിലണിയുമ്പോൾ ക്രീം അണിയുമ്പോൾ ഇങ്ങനെ കൂടി ചിന്തിക്കണം. ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ മറിയത്തെ അനുകരിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ്. മറിയം എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിച്ചത്, അങ്ങനെ ഞാൻ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കും എന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ് ഈ ഉത്തരീയം അണിയുന്നതിലൂടെ. ആ ഒരു ചെറിയ ചോദ്യത്തിലൂടെ ഒരു ഉത്തരം കണ്ടെത്തി നമുക്ക് ഈ ഒരു വിചാരം അവസാനിപ്പിക്കാം. മറിയം എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിച്ചത്? പല ഉത്തരങ്ങളുണ്ട്. സ്നേഹം എങ്ങനെയാണ് സ്നേഹിക്കുക എന്ന് ചോദിച്ചാലും പല ഉത്തരങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. നമ്മളൊരാളെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഒരു അടയാളം ഞാൻ അയാളെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ അയാളുടെ ജീവിതത്തെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത്, അയാളുടെ കണ്ണിലൂടെ ഞാൻ നോക്കിക്കാണാൻ എനിക്ക് കഴിയുമ്പോഴാണ് ഞാൻ ശരിക്കും സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ സ്നേഹത്തിന്റെ ഭാഷ എങ്ങനെയാണ്? ഞാൻ നിന്നെ സ്നേഹിക്കണമെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യണം, നീ എന്റെ കണ്ണിലൂടെ കാണണം, എങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കാമെന്നാണ് നമ്മുടെ പറയുന്നത്. പക്ഷേ ശരിയായ സ്നേഹം എന്നത് മനസ്സിലാക്കലാണ്. അത് മറ്റേയാളുടെ കണ്ണിലൂടെ നോക്കാനായിട്ട് പഠിക്കണം. അപ്പോൾ മറിയം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മറിയം ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, മറിയം ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ പ്രലോഭനം എന്തായിരുന്നു? മറിയത്തിന് പ്രലോഭനം ഉണ്ടായിക്കാണോ? ഉണ്ടായിക്കാണോ? ആരോഗ്യം പറ്റുന്നില്ല, ഉണ്ടായിക്കാണില്ല. എന്തായിരിക്കും പ്രലോഭനം? ചിലപ്പോൾ പല ഉത്തരങ്ങൾ ഉണ്ടാകുമായിരിക്കും. ഇതിനെ കരുതുന്നു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞ് മറിയം ജന്മം നൽകിയ യേശു ശരിക്കും ദൈവത്തിന്റെ പുത്രൻ തന്നെയാണോ എന്ന് പലവട്ടം ചിന്തിച്ചിട്ടില്ല. കാരണം സാധാരണ ഒരമ്മയ്ക്കും തന്റെ കുഞ്ഞിനെ കുറിച്ച് ഇതുപോലെ ആകുലപ്പെടേണ്ടിയിട്ടുണ്ട്. അവന്റെ പിറവി മുതൽ മരണം വരെ യേശുവിനെ കുറിച്ച് സങ്കടപ്പെടാൻ 100,000 കാര്യങ്ങളുണ്ടായി. ദൈവമേ, ഇത് നിന്റെ കുഞ്ഞ് തന്നെയാണോ എന്ന് മറിയം എത്ര വട്ടം ചിലപ്പോൾ ഉള്ളുരുകിയിട്ടുണ്ട്. കാരണം സംഭവിക്കുന്ന ഒന്നിനും മറിയത്തിന് ഒരർത്ഥവും കണ്ടെത്താനായിട്ട് പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്? ദൈവത്തിന്റെ കുഞ്ഞെന്ന് പറഞ്ഞ് പിറന്ന ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സാധുക്കളായ ഞാനും ജോസഫും കൂടെ ഇത്രയേറെ അലയണോ എന്നൊക്കെ മറിയം ന്യായമായി ചിന്തിച്ചു. അത് മാത്രമല്ല, പിന്നീട് യേശു പരസ്യ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ നിന്റെ മോന് വട്ടാണോടി എന്ന് എത്ര പേര് ചോദിച്ചിട്ടുണ്ടാവും. മറിയം എന്ന അമ്മയുടെ ഹൃദയം എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ യേശു ശരിക്കും ദൈവത്തിന്റെ മകൻ തന്നെയാണോ എന്ന് മറിയത്തിന് സംശയിക്കാൻ പല
എന്തായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം പറയുന്ന കാര്യം ഇതാണ്, സംഭവിക്കുന്നത് എന്താണെന്ന് മറിയത്തിന് മനസ്സിലാവുകയാണ്. എന്നിട്ടും മറിയം ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിതാണ്, ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, അത് നന്മയാണ്, അത് നടക്കട്ടെ. മറിയം നോക്കുമ്പോൾ ഇവിടെ നന്മയൊന്നും കാണുന്നില്ല, പക്ഷേ ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കാനായിട്ട് മറിയം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അതില് ഒരു പദ്ധതി ഉണ്ടെന്നും അത് നന്മയാണെന്നും മറിയത്തിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാകും. അപ്പോ മറിയം എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിച്ചത് എന്നതിന്റെ ഒന്നാമത്തെ ഉത്തരം, മറിയം ദൈവത്തിന്റെ പദ്ധതിയെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. മറിയം ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. നമ്മള് ദൈവത്തെ സ്നേഹിക്കുന്നു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്തിനാ ദൈവമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് പിറന്നത്? എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു പങ്കാളിയെ തന്നത്? എന്തുകൊണ്ടാണ് എന്റെ അപ്പൻ ഇങ്ങനെ ആയിപ്പോയത്? ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തിനാണ് മേൽക്കുമേൽ തകർച്ച എന്റെ ശിരസിനുമേൽ വന്ന് മഴ പോലെ വീണുകൊണ്ടിരിക്കുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടാകുമായിരിക്കും. പക്ഷേ ദൈവത്തോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷവും ഞാൻ വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കാനായിട്ട് എന്തൊക്കെയോ എപ്പോഴൊക്കെയോ എനിക്ക് പറ്റുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വിട്ടുകളഞ്ഞു. കാരണം എന്റെ വേദനകളിൽ എന്റെ കൈ പിടിക്കാത്ത, എന്നെ ആശ്വസിപ്പിക്കാത്ത ഒരു ദൈവം എനിക്കെന്തിനാണ് എന്ന് നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ചോദിച്ചിട്ടാണ്. എന്നിട്ടും ഈ ദേവാലയത്തിൽ നമ്മൾ ഈ സമയം വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ വിശ്വാസം ഉള്ളിലുള്ളതുകൊണ്ട് അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പലതിനും അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഇതിന്റെ പിറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ ഒരു അടയാളങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, മറിയം ദൈവത്തെ സ്നേഹിച്ചു എന്നതിന്റെ രണ്ടാമത്തെ അടയാളം മറിയം ദൈവത്തെ വിശ്വസിച്ചു എന്നതാണ്. അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മുടെ വിശ്വാസം എന്താ? ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ ദൈവം എനിക്ക് തരുമെന്നാണ്. പക്ഷേ മറിയത്തിന്റെ വിശ്വാസം അങ്ങനെയല്ല. മറിയം മംഗളവാർത്ത സ്വീകരിച്ചതിന് ശേഷം ഒരു പാട്ട് പാടുന്നുണ്ട്, സ്തോത്രഗീതം. ഇത് ഒരു വരി ഇങ്ങനെയാണ്: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പക്ഷേ മറിയത്തിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും കാണുന്നില്ല. സ്വന്തം കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് ഇടവില്ല, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിന്റെ അപ്പനാരാ എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു പുരുഷനില്ല. നേരത്തെ പറഞ്ഞതുപോലെ നിന്റെ മകന് വട്ടാണോ എന്ന് ചോദിച്ച് ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ വല്ലാതെ സങ്കോചിച്ചു പോയ ഒരു പറയുക. നമ്മള് സന്തോഷത്തിന്റെ രഹസ്യം എന്നൊക്കെ പറഞ്ഞ് ജപമാല ചൊല്ലുമ്പോഴും അതില് മറിയത്തിനെ സന്തോഷിക്കാനായിട്ട് എവിടെയാണ് പറയുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ എന്നിട്ടും മറിയം എങ്ങനെ പാടി? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു, തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പരിഗണിക്കും. ഓർക്കണം, നരകമെന്ന അനുഭവത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് മറിയം പറയുന്നത്, ദൈവം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു, എല്ലാവരും എന്നെ ഭാഗ്യവതി എന്ന്. മറിയത്തിന്റെ പ്രതീക്ഷ ശരിയായിരുന്നെന്ന് ജപമാലയുടെ അവസാനത്തെ രഹസ്യം നമുക്ക് പറഞ്ഞിരുന്നു. അല്ലെ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും, ശരിയാണ്, മറിയം വിശ്വസിച്ചു, മറിയത്തിന് സംഭവിച്ചു. പക്ഷേ മറിയം വിശ്വസിച്ച സമയത്ത് സംഭവിച്ചതൊന്നും അത്രയ്ക്ക് സുഖമുള്ള കാര്യമായിരുന്നില്ല. അപ്പോ ചോദിക്കുന്ന ഉയർന്ന ചോദ്യം ഇതാണ്: ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടി? മറിയത്തിന് ആദ്യമൊക്കെ പറയാനുണ്ടായിരുന്നത് ഒട്ടും ശുഭകരമായ കഥകളായിരുന്നില്ല. പക്ഷെ ഏറ്റവും ഒടുവിൽ സ്വർഗാരോപിതയായി നിൽക്കുന്ന മറിയത്തോട് നമ്മൾ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും, ദൈവത്തിൽ വിശ്വസിച്ചിട്ട് എനിക്ക് കിട്ടില്ല. മറിയം ദൈവത്തെ സ്നേഹിച്ചു എന്നാൽ, മറിയം ദൈവത്തെ വിശ്വസിച്ചു എന്നാൽ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്.
ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് വേദനയായിരിക്കുമ്പോൾ നാളെ ഇത് നന്മയായി മാറുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബലമുണ്ട്. നമുക്കെല്ലാം പരിചിതമായ വാക്യമുണ്ടല്ലോ, തന്നെ സ്നേഹിക്കുന്നവർക്ക് മറ്റേതാണ് തന്റെ പ്രത്യേകിച്ച് ദൈവം സകലതും നന്മയായി പരിണമിപ്പിക്കുന്നു. നന്മ ചെയ്യുന്നു എന്നല്ല, നന്മയായി പരിണമിപ്പിക്കുന്നു. ഇപ്പോ ഈ പരിണമിപ്പിക്കുന്ന അനുഭവം അതിന് കുറച്ച് കാത്തിരിക്കേണ്ടി വരും. മറിയം അതാണ് ചെയ്തത്. മറിയത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും നന്മയായിട്ട് തോന്നുന്നില്ല, പക്ഷെ എല്ലാം നന്മയായി പരിണമിപ്പിക്കപ്പെട്ടു. ഒന്ന് ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളെല്ലാം ദൈവം തരുന്നതൊന്നുമല്ല. നമ്മുടെ കൂടെയുള്ള മനുഷ്യരുടെ സ്വാർത്ഥത കൊണ്ട്, അവരുടെ കഠിന മനസ്സുകൊണ്ട് നമ്മൾ ദുരിതം അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ഭരണാധികാരികളുടെ ഏറ്റവും വൈകൃതമായ ചിന്താരീതികൾ കൊണ്ട് നമ്മൾ ദുരിതം അനുഭവിക്കേണ്ടി വരും. അതിനെല്ലാം ദൈവമാണ് കാരണമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം ഇത് നന്മയായി പരിണമിപ്പിക്കും. അത് കാത്തിരുന്ന് കാണേണ്ട കാര്യം. മറിയുന്നത് കാത്തിരുന്ന് കണ്ടു. പ്രിയമുള്ളവരെ, ഇന്ന് കർമ്മല മാതാവിന്റെ തിരുനാള് നമ്മൾ ആചരിക്കുമ്പോൾ കർമ്മല മല അതൊരു മലയുടെ പേര് മാത്രമല്ല, അത് ആത്മീയമായ ഒരു ഉയരത്തിന്റെ അടയാളമാണ്. ഏലിയ ആ മല കയറിയൊരാളാണ്. മറിയത്തെ നമ്മൾ ആ മലയോട് ചേർത്താണ് കാണുന്നത്. ആ മലയാണ് നമ്മുടെ ഉയരം. അത് എൻ്റെ വിശ്വാസത്തിന്റെ മലയാണ്. അതിലേക്ക് കയറാൻ കുറച്ചധികം പ്രയാസമുണ്ട്. ജീവിതത്തിലെ കഠിനതകൾ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. നീ എന്തിനാ ദൈവത്തിൽ വിശ്വസിക്കുന്നത്? നിനക്ക് എന്ത് കിട്ടിയെന്ന് പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ദൈവത്തെ സ്നേഹിക്കണോ? ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിനക്ക് സംഭവിക്കുമായിരുന്നു. ഒക്കെ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളുള്ളപ്പോഴും എൻ്റെ വിശ്വാസത്തിന്റെ കർമ്മല മല കയറാൻ മറിയം എനിക്ക് കൂട്ടുണ്ട്. ശരിക്കും ആ ഉത്തരിയും നമ്മൾ ധരിക്കുന്നതിന്റെ രണ്ടാമത്തെ അർത്ഥം അതുകൂടിയാണ്. മറിയം എനിക്ക് കൂട്ടുണ്ട്. നമ്മളിന്ന് വായിച്ചു കേട്ട പ്രതിവചന സങ്കേതം പരിശുദ്ധ പറയുമേ, ഞങ്ങളെ നിന്നിലേക്ക് ആകർഷിക്കണമേ എന്ന്. മറിയത്തിലേക്ക് പറ്റിച്ചേരാനുള്ളതല്ല, മറിയത്തോടൊപ്പം ദൈവത്തിലേക്ക് ഒറ്റാനുള്ള ഒരു ആഹ്വാനമായിരുന്നു. നമുക്കത് അങ്ങനെ മനസ്സിലാക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണടയ്ക്കാം. ഈശോയെ, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും വേദനകളും അനുഭവിക്കുന്നവരാണ്. എങ്കിലും മറിയം സ്നേഹിച്ചതുപോലെ എനിക്കും ദൈവത്തെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തെ നോക്കുന്നത് പോലെ ദൈവത്തിന്റെ കണ്ണിലൂടെ ഞാനും നോക്കണമെന്ന് തിരിച്ചറിയും. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളായി മാറണമെന്ന്, മറിയത്തെ പോലെ വിശ്വസിക്കുന്ന ഒരാളായി മാറണമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈശോയെ, മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല എന്ന് ഞാൻ തിരിച്ചറിയും. വിശ്വസിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് ഞാൻ തിരിച്ചറിയും. എങ്കിലും മറിയത്തെ പോലെ ദൈവത്തിന്റെ കണ്ണിലൂടെ ജീവിതത്തെ നോക്കാൻ, മറിയത്തെ പോലെ ദൈവം സകലതും നന്മയായി പരിണമിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ. അമ്മേ, മാതാവേ, കർമ്മല മലയിലേക്കുള്ള എൻ്റെ വിശ്വാസയാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ലെന്നും എനിക്ക് മാതൃകയായി, എനിക്ക് കൂട്ടായി, പ്രോത്സാഹനമായി അമ്മ എൻ്റെ കൂടെയുള്ളതെന്ന് വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.